2022 ഓഗസ്റ്റ് 5 DKയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി റിലീസായി. അതായിരുന്നു സീതാരാമം. ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ടൈമിൽ യാതൊരു രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ടൈമിൽ ഈ ഒരു പടത്തെ പറ്റിയിട്ടുള്ള റിവ്യൂസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പടം കാണാൻ വേണ്ടി പോയി. കാരണം ഇതൊരു തെലുഗു മൂവിയാണ്. ഇപ്പോൾ ഡബ്ബിങ് ഇഷ്യൂസ് വരാം, ലാംഗ്വേജിൻ്റെ ആ ഒരു ബാരിയർ കാരണം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൺവേ ആവാത്തതിൻ്റെ ഇഷ്യൂസ് വരാം എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ലോ ആയിട്ടാണ് പടം കാണാൻ വേണ്ടി പോയത്. പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ വല്ലാതെ ഇമോഷണലായി. കാരണം ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ കണക്റ്റായി. ഈ ഒരു പടത്തിലിപ്പോൾ DK ഉണ്ട്, മൃണാൾ ഠാക്കൂറുണ്ട്, രശ്മികയുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ പടത്തിൻ്റെ മെയിൻ സോൾ എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതായത് ഈ ഒരു പടത്തിൻ്റെ അവസാനം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് കേട്ടിട്ട് ആ ഒരു സീനായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സങ്കടം വരും. ആ ലെവലിലായിരുന്നു പടം ഉണ്ടായത്. അതായത് കരയരുത്, പിടിച്ചിരിക്കണം എന്നൊക്കെ വിചാരിച്ച് നിന്നൊരു സീനായിരുന്നു. പക്ഷേ DKയുടെ പെർഫോമൻസും അതേ സമയത്ത് മൃണാൾ ഠാക്കൂറിൻ്റെ പെർഫോമൻസും പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ മോനെ ഞാൻ ഇമോഷണലി ഡൗണായിപ്പോയി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. എൻ്റെ ഒരു ഓർമ്മയിൽ 96 എന്ന് പറയുന്ന മൂവിക്ക് ശേഷം ഇത്രയധികം ഇമോഷണലി കണക്റ്റായൊരു പടം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു 1960 കാലഘട്ടങ്ങളിൽ ഒരു പട്ടാളക്കാരുണ്ടായിരുന്നു, ലഫ്റ്റനൻറ്റ് റാം. അദ്ദേഹം ഒരു അനാഥനാണ്. അപ്പോൾ അദ്ദേഹം ഒരു കത്ത് വഴി ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാവുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് സീത. സീത അറിയുന്ന പെൺകുട്ടി ഒരു പ്രിൻസസ്സാണ്. അതിനെക്കുറിച്ച് റാമിന് വലിയ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. ലാസ്റ്റ് റാം ഇവരായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരുന്നു. ആ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയും ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നു. ഇവർ പിന്നെ കണ്ടുമുട്ടുന്നുണ്ടോ ഇല്ല, ഇതൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു ബേസ് സ്റ്റോറി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഈ ഒരു പടം കണ്ടിട്ട് മനസ്സിലാക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു പടം നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കാവും. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വർക്കാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു എക്സ്പെക്റ്റേഷൻസും വെക്കാതെ പോയി കണ്ട ഒരാളാണ് ഞാൻ. ആ ഒരു പടം എനിക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വർക്കാവുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ ഈ പടം DKയുടെയും മൃണാൾ ഠാക്കൂറിൻ്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിട്ട് മാറുകയും ചെയ്തു. അതിന് ഹാനു എന്ന് പറയുന്ന ഡയറക്ടറിനോട് ഒരു നന്ദിയുണ്ട്. കാരണം ഈ ഒരു തെലുഗു ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഉണ്ടായിട്ടും DKനെ ചൂസ് ചെയ്യാൻ റെഡി ആവുകയും അതേപോലെ തന്നെ മൃണാൾ ഠാക്കൂറിനെ ചൂസ് ചെയ്യാൻ റെഡി ആവുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ അവരെ ചൂസ് ചെയ്ത് അവർക്ക് അവരുടെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നൽകിയതിന് ഒരു വലിയ നന്ദിയുണ്ട്. അതേപോലെ തന്നെ രശ്മികക്കും നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സബായിട്ടുള്ള ക്യാരക്ടർ ആർക്ക് കുറച്ചാലും മെയിൻ ക്യാരക്ടറായിട്ടാണല്ലോ നമുക്ക് ഇമോഷണൽ കണക്ഷൻ വേണ്ടത്. അത് നല്ല രീതിയിൽ ഈ ഒരു പടത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു പടം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. OTTയിൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിലായിട്ടാണ് ഇത് ഉള്ളത്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു പടത്തിലെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള വിശാൽ ചന്ദ്രശേഖറിനോട് ഒരു ഹ്യൂജ് താങ്ക്സ്. കാരണം ആ ഒരു പടത്തിലുള്ള പാട്ടെല്ലാം തന്നെ നൈസാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പൊളിയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇൻ്റർവൽ ബ്ലോക്കിലും അതേപോലെ തന്നെ ക്ലൈമാക്സ് സീൻസിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ആ ഒരു സീനൊക്കെ വേറെ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സീതാരാമൻ എന്ന് പറയുന്ന മൂവി കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. So thanks for watching. See you guys in the next video.